മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ KSRTC ഡ്രൈവർ യദുവിനെതിരെ പോലീസിന്റെ റിപ്പോർട്ട്. ബസ് ഓടിക്കവേ യദു ഫോണിൽ സംസാരിച്ചു എന്നാണ് കണ്ടെത്തൽ. അന്വേഷണത്തിന്റെ ഭാഗമായി യദുവിന്റെ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. 1 മണിക്കൂർ 10 മിനിറ്റ് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് യദു ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ട് പോലീസ് KSRTCക്ക് കൈമാറും. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, ഈ മേയറുമായി തർക്കം നടക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ചു എന്നാണോ? അങ്ങനെയല്ല നികേഷ്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ സർവീസ് നടത്തുന്ന ഈ ബസ്, ഇതിൽ 10 മിനിറ്റ് മാത്രമാണ് ബസ് ഒരു വിശ്രമ സമയം അനുവദിച്ചിട്ടുള്ളത്. ബാക്കി സമയം മുഴുവൻ റണ്ണിങ്ങിലായിരിക്കും, ഓട്ടത്തിലായിരിക്കും. ഈ സമയം ഒരു 10 മിനിറ്റ് മാത്രം ഒരു സമയം കിട്ടുമ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് ആ വിശ്രമ സമയത്ത് ഫോണിൽ സംസാരിക്കാനാവില്ല. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി യദുവിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ബസ് ഓടിക്കുമ്പോൾ തന്നെ ഫോൺ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. അത് ഈ 1 മണിക്കൂർ 10 മിനിറ്റ് തുടർച്ചയായി സംസാരിച്ചു എന്നുള്ളതല്ല. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം എത്തുന്നതുവരെ ഈ സംഭവം നടന്ന അന്നേ ദിവസത്തെ ഈ റൂട്ട് സർവീസ് നടക്കുന്ന ദിവസം 1 മണിക്കൂർ 10 മിനിറ്റ് ബസ് ഓടുമ്പോഴും ഡ്രൈവിങ്ങിനിടയിലും യദു മൊബൈൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ അന്വേഷണങ്ങളുടെ ഭാഗമായി ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അത്തരമൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഏതൊരു ഉദ്യോഗസ്ഥനും, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതി വന്നാൽ, ഒരു കേസ് വന്നാൽ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പശ്ചാത്തലം സംബന്ധിച്ചൊരു പ്രാഥമിക റിപ്പോർട്ട് പോലീസ് ആ വകുപ്പിന് സമർപ്പിക്കും. അതിൻ്റെ ഭാഗമായി KSRTCക്ക് പോലീസ് യദുവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനൊരുങ്ങുകയാണ്. ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിലൊരു കൃത്യവിലോപം യദുവിൻ്റെ ഭാഗത്തുണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കും വിധമായിരിക്കും ആ റിപ്പോർട്ട് പോലീസ് KSRTCക്ക് സമർപ്പിക്കുക. എന്ന് മാത്രമല്ല, KSRTCയിൽ യദു ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ മറ്റ് പല കേസുകളും യദുവിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. പല കേസുകളിലും യദു പ്രതിയായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് അത് സംബന്ധിച്ച് കൃത്യമായൊരു പരിശോധനയോ അന്വേഷണമോ നടത്താതെയാണ് KSRTCയിലേക്ക് യദുവിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ള വിവരം കൂടി പോലീസ് KSRTCയോട് അറിയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ, അതായത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചു എന്ന പേരിൽ ഒരുപക്ഷെ KSRTCക്ക് വേണമെങ്കിൽ ഒരു വകുപ്പ് നടപടി അക്കാര്യത്തിൽ യദുവിനെതിരെ സ്വീകരിക്കാം. അത് സ്വീകരിക്കുമോ എന്നുള്ളത് വകുപ്പ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ട് മുൻനിർത്തി അത്തരമൊരു നടപടി വേണമെങ്കിൽ യദുവിനെതിരെ KSRTCക്ക് സ്വീകരിക്കാം. ഇന്നോ നാളെയോ കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള ഈ റിപ്പോർട്ട്, യദു മൊബൈൽ ഉപയോഗിച്ചു എന്നുള്ളതും KSRTCയിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അല്ലെങ്കിൽ കേസുകളുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ട് KSRTCക്ക് പോലീസ് സമർപ്പിക്കും. ഇന്നോ നാളെയോ സമർപ്പിക്കുമെന്നുള്ളതാണ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.